കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ TV സി വോട്ടർ സർവേ. LDFന് 89 സീറ്റും UDFന് 49 സീറ്റും ലഭിക്കും. ബംഗാളിലും ഇടതുമുന്നണി മെച്ചപ്പെടുത്തും. ഇപ്പോൾ വിശദാംശങ്ങളുമായി സന്തോഷ് എം ചേരുകയാണ്. സന്തോഷ്, കേരളത്തിൽ LDF ഏതാണ്ട് നമ്മളടക്കമുള്ള സർവേയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് 90ലേക്ക് തന്നെ എത്തുന്നു. അജിംഷാദ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലമാണ് ഇന്ത്യ TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കേരളത്തിൽ ഇടതു തരംഗമെന്ന് എന്നാണ് സർവേ ഇപ്പോൾ പ്രവചിക്കുന്നത്. 89 സീറ്റുകളാണ് CPIM നേതൃത്വം നൽകുന്ന LDFന് ലഭിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് 49 സീറ്റുകൾ ഈ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും 1 സീറ്റ് BJPക്ക് ലഭിക്കുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UDFന്റെ വോട്ട് വിഹിതത്തിൽ ഗണ്യമായ ഇടിവാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 45.8% വോട്ട് ലഭിച്ച UDFന് ഇത്തവണ അത് 39.1 ചുരുങ്ങും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ അഭിപ്രായ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തുമെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സീറ്റിൽ ഗണ്യമായ കുറവ് വരും. 184 സീറ്റായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അത് 156 കുറയുമെന്നും ഈ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പശ്ചിമ ബംഗാളിൽ നില മെച്ചപ്പെടുത്തും എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60 സീറ്റ് ലഭിച്ചിരുന്നിടത്ത് ഈ തിരഞ്ഞെടുപ്പിൽ 114 സീറ്റായി ഇടതുപക്ഷത്തിന്റെ സീറ്റ് നില വർദ്ധിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ AIADMKക്ക് മുൻതൂക്കം ഉണ്ടാകുമെങ്കിലും വ്യക്തമായ ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല. ആസാമിലും BJP നേതൃത്വം നൽകുന്ന സഖ്യത്തിന് നേട്ടമുണ്ടാകും. പക്ഷേ ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നും ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. അജിംഷാ. ശരി, സന്തോഷ് M ആണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ LDFന് 90 സീറ്റ് വരെ നേടുമെന്ന് ദേശീയ തലത്തിലുള്ള സർവേയും പറയുന്നു. ഒപ്പം ബംഗാളിലും ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തും. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സന്തോഷ് M ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസിൽ കൂട്ടരാജി. കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ MPയുമായിരുന്ന വക്കച്ചൻ മറ്റത്തിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് കൊച്ചുപുരയ്ക്കൽ ഉൾപ്പെടെയാണ് രാജിവെച്ചത്. കൂടുതൽ രാജികൾ ഇനിയും ഉണ്ടാകുമെന്നാണ് സൂചന. ഒപ്പം യൂത്ത് ഫ്രണ്ടും പിളർന്നു. കോൺഗ്രസ് കേരള കോൺഗ്രസ് M ഉഭയകക്ഷി ചർച്ച ഇന്ന് കോട്ടയത്ത് നടക്കും. വൈകിട്ട് 4-ന് നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ് ചർച്ച. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചേക്കും. പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ പിണക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മാണി വിഭാഗം. സാഹചര്യത്തിലാണ് ഇന്ന് കേരള കോൺഗ്രസ് M നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ കോട്ടയത്ത് കൂടിക്കാഴ്ചക്കെത്തുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ VM സുധീരൻ, UDF കൺവീനർ PP തങ്കച്ചൻ, കേരള കോൺഗ്രസ് Mന്റെ പ്രതിനിധികളായി പാർട്ടി ചെയർമാൻ KM മാണി, MPമാരായ ജോയി എബ്രഹാം, ജോസ് കെ മാണി എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. നിലവിൽ 15 സീറ്റുകളാണ് കേരള കോൺഗ്രസ് Mന് UDFനുള്ളത്. PC ജോർജ് മുന്നണിയും പാർട്ടിയും വിട്ട സാഹചര്യത്തിൽ പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസ് നൽകണമെന്ന ആവശ്യം സുധീരനടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കും. ഈ സീറ്റ് ലഭിച്ചാൽ കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. അതേസമയം പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലായിരുന്ന മാണി വിഭാഗം പാർട്ടിയിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാട് സീറ്റിനു വേണ്ടിയും കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. അതേസമയം 3 സീറ്റുകളാണ് കേരള കോൺഗ്രസിന് മലബാറിലുള്ളത്. ഇതിൽ ജയസാധ്യതയുള്ള 1 സീറ്റ് വച്ചുമാറണമെന്ന ആഗ്രഹവും മാണി വിഭാഗത്തിനുണ്ട്. UDFോ കോൺഗ്രസോ ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിനെ പിണക്കാതെ മുന്നോട്ടു പോകാമെന്ന തീരുമാനത്തിലാണ് മാണി വിഭാഗം. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച പൂർത്തിയായതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് നീളുന്ന സാഹചര്യത്തിൽ തിടുക്കം ആവശ്യമില്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് AK ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുമെന്നും സുധീരൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അതേക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തി. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പും കുറച്ച് നീണ്ടുപോയതുകൊണ്ട് നേരത്തെയുള്ള അത്ര ഒരു അർജൻസി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ടും നാളെയും അടുത്ത ദിവസങ്ങളിലുമായി ഈ ചർച്ച തുടർന്ന് എത്രയും വേഗത്തിൽ പ്രാഥമികമായ ലിസ്റ്റ് തയ്യാറാക്കും.
ഇന്ന് മറ്റൊരു പ്രധാനമായ ഒരു ധാരണ വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ശ്രീ AK ആൻ്റണിയെ നിർദ്ദേശിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പത്തനാപുരത്ത് കലോത്സവമല്ല രാഷ്ട്രീയ പോരാട്ടമാണ് വേണ്ടതെന്ന് KPCC സെക്രട്ടറി G. രതികുമാർ പറഞ്ഞു. പത്തനാപുരത്ത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് മുൻ കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ തുറന്നടിച്ചതിന് പിന്നാലെയാണ് G. രതികുമാർ ജഗദീഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. പത്തനാപുരം രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട മണ്ഡലമാണെന്നും കലോത്സവമല്ല നടക്കുന്നതെന്നും രതികുമാർ ചൂണ്ടിക്കാട്ടി. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ മത്സരമാണ് നടക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷക്കാലമായി UDFനൊപ്പം നിന്ന് MLA ആയി മന്ത്രിയായി ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു നിർണായക ഘട്ടത്തിൽ UDFനെയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെയും തള്ളിക്കളഞ്ഞ് രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യാതെ ഇവിടുത്തെ UDF പ്രവർത്തകരെ വഞ്ചിച്ച് ഇടതുപക്ഷം മുന്നിൽ നിൽക്കുന്ന KV ഗണേഷ് കുമാറിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തിനായി കാത്തിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ഒരു രാഷ്ട്രീയ മത്സരത്തിന് വേണ്ടിയാണ്, അല്ല ഇതൊരു കലോത്സവ മത്സരമല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ പത്തനാപുരത്തെ ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയമായി നേടാൻ ആഗ്രഹിക്കുകയാണ്. ജഗദീഷ് എന്നല്ല പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെയും വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് സീറ്റ് പ്രതീക്ഷിച്ച് കഴിയുന്നവർ. അതേസമയം സിനിമാ ഷൂട്ടിംഗ് എന്ന നിലയിൽ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്ന ജഗദീഷിനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിത്തിരയിലെ കാണാനാകൂ എന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പത്തനാപുരത്ത് പ്രചരണം നടത്തി. എന്നാൽ ജഗദീഷിന്റെ ചിത്രങ്ങൾ പത്തനാപുരത്ത് ചിലർ സ്ഥാപിച്ചതോടെ യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ ഒട്ടിച്ചാണ് പ്രതിഷേധിച്ചത്. ആവശ്യം പോലെ സ്ഥാനാർത്ഥികൾ കൊല്ലം ജില്ലയിലുണ്ടായിട്ടും പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പോസ്റ്ററിലൂടെ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാലക്കാട് ജില്ലയിലെ നെന്മാറ സീറ്റ് വേണമെന്ന JDU CMP നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDFനായി മത്സരിച്ച JDU CMP കക്ഷികൾ 3ാം സ്ഥാനത്തേക്ക് പോയത് മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം. കഴിഞ്ഞ തവണ SJDക്ക് അനുവദിക്കുകയും പിന്നീട് കോൺഗ്രസിന് വിട്ടുനൽകുകയും ചെയ്ത സീറ്റാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ. ആ സമയത്തു തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് JDU ജില്ലാ നേതൃത്വം പറയുന്നത്. JDU ആവശ്യത്തോട് പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും സീറ്റ് വിട്ടുനൽകേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ പേരുകൾ നെന്മാറയിലേക്ക് DCC KPCC മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച JDU CMP സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പോയതാണ് യൂത്ത് കോൺഗ്രസ് വിമർശനത്തിന് അടിസ്ഥാനം. നെന്മാറ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകാനുള്ളതല്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജേഷ് ചന്ദ്രൻ പറഞ്ഞു. പരിചിതമല്ലാത്ത വ്യക്തികളും പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും വരികിൽ അത് നെന്മാറ നിയോജക മണ്ഡലത്തിൽ യേശില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF പിറകോട്ട് 3ാം സ്ഥാനത്തേക്ക് പോയ 2 മണ്ഡലങ്ങളിൽ ഒന്ന് പല്ലശ്ശേനയാണെങ്കിൽ മറ്റൊന്ന് CMP മത്സരിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനുള്ള ഇടമല്ല നെന്മാറ എന്നുള്ളത് അതിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ പല്ലശ്ശേന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF 3ാം സ്ഥാനത്ത് പോകാൻ കാരണം കോൺഗ്രസ് കാലുവാരലാണെന്നാണ് JDU നിലപാട്. കഴിഞ്ഞ തവണ MV രാഘവൻ മത്സരിച്ച സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യമാണ് CMP CP ജോൺ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 16 സീറ്റുകൾ വനിതകൾക്ക് നൽകണമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി നീക്കിവെക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോടും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തോടും സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജില്ലയിൽ ഒരു വനിത എന്ന നിലയിലെങ്കിലും സ്ത്രീകളെ പരിഗണിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു പരാതിക്കും ഇട നൽകാത്ത രീതിയിൽ പരമാവധി കേരളത്തിലെ കോൺഗ്രസ് സ്ത്രീകൾക്ക് അവസരം കൊടുത്ത് മറ്റു പാർട്ടികൾ കൂടി മാതൃക ആകണമെന്നാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രത്യേകമായ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ കൊടുക്കും.
മാർച്ച് 20-നകം 140 മണ്ഡലങ്ങളിലേക്കുള്ള LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPIM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ചർച്ച ആരംഭിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗത്തെ സഹകരിപ്പിക്കുന്ന കാര്യം LDFൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഏത് സമയത്തും ഇലക്ഷനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്നദ്ധമാണ്. ഇലക്ഷനിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് CPIMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമായിട്ടുള്ള രൂപം നൽകുന്നതായിരിക്കും. ഇടതുപക്ഷ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് മാസം 20-ാം തീയതിയോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയും. വാർത്തകളിലേക്ക്. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അടുത്ത മാസം 23-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 മാസത്തെ സാവകാശം വേണമെന്ന് വിജിലൻസ് ചോദിച്ചുവെങ്കിലും 1.5 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. SNDPക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് 5% പലിശയ്ക്ക് നൽകേണ്ട പണം 12 മുതൽ 18 വരെ ശതമാനം പലിശയ്ക്ക് നൽകിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ് ഹർജി നൽകിയിരുന്നത്. പല സംഘടനകളുടെയും പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി പണം തിരിമറി നടത്തിയതിൻ്റെ രേഖകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2% പലിശയ്ക്ക് പണം അനുവദിച്ച പിന്നാക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ 7 കോടി രൂപ തിരികെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന് നോട്ടീസും നൽകിയിരുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത്, തെളിവുകൾ സഹിതം ആദ്യം പുറത്തുവിട്ടത് പീപ്പിൾ TV ആയിരുന്നു. ബാർക്കോഴ കേസിൽ KM മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിജിലൻസ് SP സുകേഷൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ വിധി പറയുന്നത് അടുത്ത മാസം 16-ലേക്ക് മാറ്റി. നേരത്തെ വസ്തുതാ റിപ്പോർട്ടിൽ KM മാണിക്ക് ബാർക്കോഴ ഇടപാടിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് സുകേഷൻ റിപ്പോർട്ടിൽ എഴുതിയിരുന്നുവെങ്കിലും അന്തിമ റിപ്പോർട്ടിൽ മാണിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനെതിരെ കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം നടന്നത്. തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്ന് VS അച്യുതാനന്ദൻ, ബിജു രമേശ് എന്നിവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുമരകത്തെ മെത്രാൻ കായൽ നികത്താൻ സർക്കാർ അനുമതി. 425 ഏക്കർ നിലം നികത്താനാണ് അനുമതി നൽകിയത്. കൊച്ചി കടമക്കുടിയിൽ ആശുപത്രിക്കായി നിലം നികത്താനും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ഇറക്കിയ ഉത്തരവിലൂടെ റവന്യൂ വകുപ്പ് അനുമതി നൽകി. അതേസമയം റവന്യൂ വകുപ്പിന്റെ നടപടിയിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ അതൃപ്തി അറിയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതൊക്കെ ഫയലുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഉത്തരവ് റദ്ദാക്കണമെന്ന് VS അച്യുതാനന്ദനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് നേതാവ് PC ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. രാജിവെച്ച നേതാക്കൾക്കൊപ്പം കർഷക സംഘടനയിലെ 8 സംഘടനയെ അതാത് പ്രദേശങ്ങളിലെ ക്രൈസ്തവ കത്തോലിക്ക മതസംഘടനകളുടെ ഒരു പിൻബലത്തിലാണ് പ്രവർത്തിക്കുന്നത്. വയനാട്ടിൽ ഉൾപ്പെടെ, മാനന്തവാടിയിൽ ഉൾപ്പെടെ, ഇടുക്കിയിൽ ഉൾപ്പെടെ, കട്ടപ്പന ഉൾപ്പെടെ. അതാണ് അങ്ങയുടെ ഒരു തെറ്റിദ്ധാരണയാണത്. ഉദാഹരണത്തിന് ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എടുക്കാം. ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് 5 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഒന്ന് ഒരു ക്രൈസ്തവ പുരോഹിതനായിട്ടുള്ള സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, മറ്റേത് ഒരു മുസ്ലിം പുരോഹിതനായിട്ടുള്ള മുഹമ്മദ് കൗസരി, രണ്ടാമത് ഹൈറേഞ്ച് NSS യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മണിക്കുട്ടൻ, ഹൈറേഞ്ചിലെ ശ്രീനാരായണീയരുടെ സമന്വിത നേതാവും മുൻ SNDP യൂണിയൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ CK മോഹനൻ. CK മോഹനനോട് ഈ മലയോര കർഷക സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് SNDP യോഗത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞപ്പോൾ അദ്ദേഹം ആദരവോടെ പറഞ്ഞു, ഞാൻ ഈ സെക്രട്ടറി സ്ഥാനം അങ്ങേക്ക് മടക്കി തന്നേക്കാം, എനിക്ക് കർഷക മുന്നേറ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞില്ല എന്ന്. അപ്പോൾ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഈ മലയോര കർഷകർ മുഴുവൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുള്ള ഒരു മുൻവിധിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ മലയോര കർഷകരുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ റവന്യൂ ജില്ലയോളം വലിപ്പമുള്ള ഉടുമ്പൻചോല താലൂക്കിലാണ്. ആ ഉടുമ്പൻചോല താലൂക്കിലെ സിംഗിൾ ലാർജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശ്രീനാരായണീയരാണ്. അപ്പം അങ്ങനെ ഒരു ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരോ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവരോ ആണ് ഒരു പ്രത്യേക കർഷക വിഭാഗം എന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇടുക്കി യുവതയ്ക്കിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എറിയൊക്കെ ചെയ്തതോ?
അതിപ്പം പിന്നെ അവരുടെ ഒരു വിവേകക്കുറവെന്നല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന നടപടിക്കൊക്കെ നമ്മളെങ്ങനെയാണ് ഒരു ന്യായമോ അന്യായമോ കണ്ടെത്തുന്നത്? അതിന് ഒരടിസ്ഥാനവുമില്ല. ഞങ്ങളാരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചോ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ടുള്ളവരല്ല. അത് ഞങ്ങളെല്ലാവരും കൂടി ഏകകണ്ഠമായിട്ട് ചിന്തിച്ച് ഞങ്ങളുടെ ഇടയിൽ ഒരു കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരുപക്ഷെ പരിചയം ഉണ്ടാകില്ല. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് അദ്ദേഹം തന്നിരുന്ന ചില മൂല്യങ്ങളുണ്ട്. അത് ഞാൻ ഒരു വ്യക്തിപരമായ ഉദാഹരണം പറഞ്ഞോട്ടെ. അതായത് ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിക്ക് എൻ്റെ ഗ്രാമത്തിൽ നിന്നൊരു കല്യാണാലോചന വന്നപ്പോൾ ഒരു എൻജിനീയറാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമുക്കിപ്പം ഈ രാഷ്ട്രീയത്തിലെ വലിയ നേതാക്കന്മാരൊക്കെ IAS-കാരെയും IPS-കാരെയും ഒക്കെ അല്ലേ പിന്നെ ഇങ്ങനെ ജാമാതാക്കളായിട്ട് പിന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലമല്ലേ, എന്നാൽ സാറിനും അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ? PC, സന്ധ്യ ആകുമ്പോൾ അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിലെ ഒരു മകനെയാണ് എൻ്റെ മകൾക്ക് ഭർത്താവായി ഞാൻ കണ്ടെത്തുക എന്നാണ്. അതുപോലെ ജീവിത വീക്ഷണം ഉണ്ടായിരുന്ന ഒരു വലിയ നേതാവിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം പരിശീലിച്ച എന്നെ പോലെയുള്ളവർക്ക് ഇനി ഒരു വ്യക്തിപരമായ താല്പര്യത്തിനൊന്നും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല. അതെ, അതെല്ലാം പിന്നെ എന്താ പറയുക, അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പരിണാമങ്ങളാണല്ലേ. അതിനിപ്പം എനിക്കതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഒന്നും പറയാനുള്ള ഒരു ശേഷിയില്ല. അതൊക്കെ കൂട്ടായിട്ട് ഞങ്ങളുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം 4 പേര് നേതൃത്വ നിരയിൽ, അതല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ഹൈ പവർ കമ്മിറ്റിയിലുള്ള 4 പേര് ഞങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ഈ 4 പേരും കൂടെ കൂടിയിരുന്നിട്ട് എല്ലാ തീരുമാനവും എടുക്കുന്ന വിഷയമില്ല. എന്നാൽ ഇപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം രാജു. ഇയാൾ നിൽക്കാൻ അല്ല, ഇയാൾ ഇവിടെ ഇരുന്നു. ആ ഓക്കെ. ഇതോ 9-ാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ നിലവിലുള്ള KCM എന്ന് പറയുന്ന പാർട്ടിയുടെ, അതായത് പഴയ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും യോജിച്ച് രൂപം കൊടുത്ത സംയുക്ത കേരള കോൺഗ്രസിൻ്റെ നിലവിലുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഈ നിലപാടിനോട് യോജിക്കുന്ന സമാന ചിന്താഗതിയുള്ള സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗമാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. എറണാകുളത്ത് YMCA ഓഡിറ്റോറിയത്തിൽ ഉച്ച കഴിഞ്ഞ് 2:30 മണിക്കാണ് യോഗം ആരംഭിക്കുക. അതെ, ആ യോഗത്തിൽ വെച്ചായിരിക്കും ഞങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ, ഭാവി പരിപാടി എന്ത്, നിലപാടുകൾ എന്ത്, നയങ്ങളെന്ത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില താൽക്കാലിക സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ PC ജോസഫ് പറഞ്ഞതുപോലെ 964 ഒക്ടോബർ 9-ാം തീയതി രൂപം കൊണ്ട കേരള കോൺഗ്രസ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അന്ന് അരനൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ, ജന്മമെടുത്തപ്പോൾ ഉയർത്തിയ ആശയങ്ങളും ആദർശങ്ങളും അത് ഇന്ന് അന്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുകയാണ്. അതിനെതിരെയാണ് വാസ്തവത്തിൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ. എന്താണ് ആദ്യം പറഞ്ഞത്? അഴിമതിരഹിതമായ സൽഭരണമായിരിക്കും കേരള ജനതയ്ക്ക് നൽകുക. കേരള കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ കർഷകരുടെ ആവശ്യങ്ങൾ, അതിനുവേണ്ടി അചഞ്ചലമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കും. ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഭാഷാ മത ന്യൂനപക്ഷങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ, ഭരണഘടന നൽകിയിട്ടുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക ബന്ധങ്ങളിലുള്ള പുനർചിന്തനം തുടങ്ങി കേരളത്തിൻ്റെ സമഗ്ര വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേരള കോൺഗ്രസ് പറഞ്ഞത്. ഈ ആശയങ്ങൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന്, അതല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അപജയങ്ങൾ അത് തിരുത്തിയേ പറ്റൂ. കാരണം കേരള കോൺഗ്രസിൽ വിശ്വസിക്കുകയും അരനൂറ്റാണ്ട് കാലമായി ഇതിനെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും എല്ലാം ചെയ്ത ജനവിഭാഗങ്ങൾ അങ്ങേയറ്റം നിരാശയിലാണ്. എന്തിനു വേണ്ടി കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കണം, തുടരണം എന്നുള്ള ഒരു ചിന്ത ഇന്ന് പരമ്പരാഗതമായി കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ജനവിഭാഗങ്ങളുടെ അണികളിൽ, പൊതുവിൽ കേരള സമൂഹത്തിൽ മൊത്തത്തിൽ എന്താണ് ഈ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു.
ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ അരനൂറ്റാണ്ട് കാലത്ത് മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഈ പ്രസ്ഥാനം കേട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ പ്രസ്ഥാനത്തെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വാണിജ്യവൽക്കരിക്കുക, അതിനെ ഒരു കോർപ്പറേറ്റ് സംവിധാനമാക്കുക, അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് കഴിയില്ല. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സ്വാഭാവികമാണ്, തിരുത്തലുകൾ ആവശ്യമാണ്. പക്ഷേ ഇത് അങ്ങേയറ്റം ഒരു അധപ്പതിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്ത, അതിപ്പോൾ ബഹുമാനപ്പെട്ട പി സി ജോസഫ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി, ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ ആ കാലങ്ങൾ, അതുപോലെ പട്ടയ പ്രശ്നങ്ങൾ, EFL പ്രശ്നങ്ങൾ ഒക്കെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് പാർട്ടി വേദികളിൽ ഈ കാര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ളത്. പക്ഷെ അതിനോടൊന്നും ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി, ഒരു സത്യസന്ധതയോട് കൂടിയിട്ടുള്ള ഒരു നിലപാട് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട KM മാണി സാറിൽ നിന്നുണ്ടായില്ല എന്നുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ 64-ൽ രൂപം കൊണ്ട കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനുള്ള ഒരു പുനരുജ്ജീവനമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ശക്തമായൊരു പ്രാദേശിക പാർട്ടിയെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിനൊക്കെ ഓർമ്മയുണ്ട്, 64 മുതൽ 75 വരെ 76 വരെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായിരുന്നു. നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നത് എന്തെങ്കിലും സ്വകാര്യ നേട്ടങ്ങൾക്കല്ല, നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗുണപരമായിട്ടുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇന്നത്തെ ഈ ചട്ടക്കൂടിൽ കഴിയില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പുതിയ നിലപാട് സ്വീകരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ 64-ലെ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പുനരുജ്ജീവനമാണ്. അതിന് സമാന ചിന്താഗതിയുള്ള എല്ലാവരും മുന്നോട്ട് വരും, സഹകരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഭാവി രാഷ്ട്രീയ നിലപാടുകളും പരിപാടികളുമൊക്കെ ഇന്നത്തെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ സജീവമായി നിൽക്കുന്നു. അതിനേക്കാൾ ഉപരിയായി തന്നെ ഇന്ന് ഈ രാജ്യത്തിൻ്റെ മഹത്തായ ജനാധിപത്യ മതേതരത്വ പാരമ്പര്യത്തിന് നേരെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളോട്, ദളിത് വിഭാഗങ്ങളോടൊക്കെ കാണിക്കുന്ന ക്രൂരതകൾ അത് അനുദിനം വർദ്ധിച്ചു വരികയാണ്, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന സ്ഥിതികൾ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനോടൊക്കെ എതിരിടാനും പോരാടാനും താല്പര്യമുള്ള, മനസ്സുള്ള ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി യോജിച്ചു പോവുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് ഞങ്ങൾ കരുതുന്നു. അതിനനുസൃതമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകും. ഇല്ല അങ്ങനെയല്ലല്ലോ. ഇല്ല, അതിനകത്ത് ആശയോ നിരാശയുടെ ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ, എന്താണ് ഞങ്ങളുടെ നിലപാട്, എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ പൊതുവായിട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയാണ്, രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്, ഏതെങ്കിലും ഒരു കക്ഷിക്ക് മാത്രം തീരുമാനിക്കാവുന്നതല്ല. അപ്പോൾ അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് ഒരു അഭിപ്രായ ഐക്യമുണ്ടാക്കി ഞങ്ങളെ വിവരം അറിയിക്കും എന്നുള്ള വാക്കാണ്. സമാന ചിന്താഗതിക്കാരായ നേതാക്കന്മാരെ ഉൾപ്പെടുത്തി യോഗം 9-ാം തീയതി ഫ്രാൻസിസ് ജോർജ് വിഭാഗം കേരള കോൺഗ്രസിൻ്റെ സംയുക്ത ജോസഫ് മാണി സംയുക്ത കേരള കോൺഗ്രസിൽ നിന്നുള്ള കൂടുതൽ നേതാക്കന്മാർ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഫ്രാൻസിസ് ജോർജും PC ജോസഫും അറിയിച്ചു.